കാപ്പിയും പലഹാരമായി പറഞ്ഞിട്ട് എത്ര നേരമായി വിളിക്കണു. ഇത് ചൂടാറിയിട്ട് ഞാൻ ഇപ്പൊ രണ്ടാമത് ചൂടാക്കിയേ. സുബി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ഡേറ്റിന് ഒരു കഷ്ടി 8-10 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ ടിക്കറ്റ് എടുക്കട്ടെ എന്ന് വെച്ചിട്ട്. എന്താ മുഖം മാറി? ഞാൻ ഇനി ഗൾഫ് പോയിട്ടൊന്ന് സന്തോഷിക്കട്ടെ. ഭർത്താവ് 10-35 കൊല്ലം അവിടെ ഉണ്ടായിട്ട് ഗൾഫ് പോയിട്ട് എയർപോർട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇനി എപ്പോ പരിപാടി? എടുത്തു വെക്കാൻ തുടങ്ങി. പെട്ടിക്ക് ക്ഷാമില്ല. മൂപ്പര അവിടെയായിരുന്നല്ലോ. വലിയ വലിയ പെട്ടിയൊക്കെ ഉണ്ടാട്ടത്തൊന്നും ഇപ്പൊ ഇറക്കി വെച്ചിട്ട് പുറത്തേക്ക് പോയിരിക്കുക. എയർപോർട്ടിലും മറ്റേ പ്ലെയിനിലൊക്കെ നല്ല തണുപ്പായിരിക്കും. അപ്പൊ മറ്റേ തണുപ്പിന്റെ ജാക്കറ്റ് ഇല്ലേ, അത് വാങ്ങിത്തരാം. ഇപ്പൊ 6 മാസം എന്നാ പറഞ്ഞിരിക്കണേ. ചിലപ്പോ 1 വർഷം വരെ നിൽക്കേണ്ടി വരുമായിരിക്കും. ഇത്ര കുഞ്ഞു കുട്ടിയല്ലേ, അതിനെ പാരനെ ഏൽപ്പിച്ചിട്ട് പോവാനൊന്നും അവർക്കും പറ്റില്ലല്ലോ. ഞാൻ മൂപ്പരുടെ അടുത്ത് പറയേ, മൂപ്പര് പ്രവാസത്തിലായിരുന്നപ്പോ ഞാനിവിടെ ഒറ്റയ്ക്ക്, ഞാൻ കുറച്ചു നേരം അവിടെ നിക്കട്ടെ, മൂപ്പരോട് ഒറ്റയ്ക്ക് നിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇതെന്താണ്, ഉറക്കൊന്നുമില്ലേ? പിന്നെ ഇക്ക വിഷമല്ലാത്ത? ഇത് കടമയാണ്, ചെയ്തേ പറ്റൂന്നല്ല എല്ലാരും പറയണേ. ഈ വഴിയിലൊക്കെ പൂച്ചയ്ക്ക് ഭക്ഷണം വെച്ചു കൊടുക്കില്ലേ, അതിനത് പോയി തൊടാൻ പേടിയാവും. ആരെങ്കിലും അടിക്കോ കുത്തുവോ എറിയോ എന്നൊക്കെ ആലോചിച്ചിട്ട്. എനിക്ക് നിങ്ങളുടെ കൂടെ നിക്കണം എന്ന് പറയാൻ അതേപോലത്തെ പേടിയാ. മക്കളാണെങ്കിലും കുത്തുവാക്ക് വന്നു കഴിഞ്ഞാ വയസ്സാം കാലത്ത് പൂതി എന്നൊക്കെ പറഞ്ഞ